ചിട്ടയുമില്ലാതെ തീരെ ഓർഗനൈസ്ഡ് അല്ലാതെ ജില്ലകളിലെല്ലാം വളരെ മോശമായൊരു സാഹചര്യമാണ് ഉണ്ടായത്. അങ്ങനെ നമ്മൾ പുതിയ കമ്മിറ്റി വരികയും ജിത്തു അതിൻ്റെ സെക്രട്ടറി ആദ്യം സുരേന്ദ്രനായിരുന്നു. സുരേന്ദ്രൻ്റെ മരണശേഷം ജിത്തു അതിൻ്റെ സെക്രട്ടറി ആയിട്ട് വരികയും അതേപോലെ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന രാജേന്ദ്രൻ സതീഷിനെ പോലുള്ള ആളുകൾ പഴയ ജിംനാസ്റ്റിക്സുകളെല്ലാം നമ്മുടെ ഇതിൻ്റെ ഭാഗമാക്കി കൂട്ടിപ്പിടിച്ച് അവരുടെ എല്ലാം ഉപദേശവും അവരുടെ എല്ലാം സഹകരണവും എല്ലാം എടുത്തുകൊണ്ട് ഓരോ ജില്ലകളിലും കമ്മിറ്റി രൂപീകരിക്കുകയും കമ്മിറ്റിയുടെ അണ്ടറിൽ അതാത് സ്ഥലങ്ങളിൽ കുട്ടികൾക്ക് ഇതിൽ പ്രാവീണ്യം നേടാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതായിരുന്നു പ്രാഥമികമായിട്ട് നമ്മൾ ചെയ്യും. ഒരു ലീഡർഷിപ്പും ആദ്യം തന്നെ സംഘടനയ്ക്ക് വ്യത്യാസമാണ്. ഇപ്പം ഒരു ദിവസം നടന്ന ചാമ്പ്യൻഷിപ്പ് 3 ദിവസമായി. കഴിഞ്ഞ നാഷണൽ ഗെയിംസിൽ 3 സ്വർണ്ണ മെഡൽ നേടി. ഒരു സ്വർണ്ണ മെഡൽ നേടിയ ഒരാൾ അവിടെ നിന്ന് ട്രാൻസ്ഫറായി ഇവിടെ വന്ന് കേരളത്തിന് വേണ്ടി മത്സരിക്കാൻ പോകുന്നു. അതെല്ലാം എന്തുകൊണ്ടാണ്? ഇവിടെ നന്നായി ഇത് പ്രവർത്തിച്ച് തുടങ്ങി എന്നുള്ളത് കൊണ്ടാണ് ആളുകളെല്ലാം ഇതിലേക്ക് തയ്യാറായി വരുന്നത്. അങ്ങനെ ഇന്നിപ്പോൾ നമ്മൾ എല്ലാ ജിംനാസ്റ്റിക്സിൻ്റെ എല്ലാ ഐറ്റങ്ങളും നമ്മുടെ ചാമ്പ്യൻഷിപ്പിൽ ഇൻക്ലൂഡ് ചെയ്യാനും അതിൽ ഇന്ന് 13 ജില്ലകളിലും ജില്ലാ ചാമ്പ്യൻഷിപ്പ് നടത്തി സ്റ്റേറ്റ് ലെവലിൽ അത് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ചാമ്പ്യൻഷിപ്പ് നടത്തേണ്ട ഒരു ലെവലിലേക്ക് ഇതിനെ ഉയർത്തിക്കൊണ്ടുവന്നതിൽ വളരെയധികം അതിൻ്റെ ബ്രെയിൻ ഉപയോഗിച്ചും അതിൻ്റെ എഫേർട്ട് എടുത്തും ഒക്കെ ഇപ്പോഴത്തെ ജില്ലാ സ്റ്റേറ്റ് സെക്രട്ടറിയായ ജിത്തുവാണ്. ജിത്തിനെ ഞാൻ വളരെയധികം ആ കാര്യത്തിൽ പ്രശംസിക്കാതിരിക്കാൻ നിർവാഹമില്ല. ഇതിൻ്റെ പ്രത്യേകത നടക്കുന്ന സ്ഥലത്ത് ഏറ്റവും നന്നായിട്ട് ഡ്രസ്സ് ചെയ്തിട്ടാണ് ഈ കല നടത്തുന്നത്. വേറെ നാഷണൽ ഗെയിംസിൽ വേറെ ഒന്നുമില്ലല്ലോ, വേറെ ഇല്ല. വേറെ ഒരു ചാമ്പ്യൻഷിപ്പിനും അങ്ങനെയൊന്നുമില്ല. അവിടെ യൂണിഫോം എടുത്ത് കളിക്കുന്നു എന്നുള്ള ഒഴിച്ചാൽ ഏറ്റവും നന്നായിട്ട് വസ്ത്രം ധരിച്ച് മേക്കപ്പ് ചെയ്ത് നന്നായിട്ട് ചെയ്യുന്ന ഒരു കല രൂപം കൂടിയാണ്. നമ്മുടെ ഡാൻസ് പോലുള്ള ഈ നമ്മുടെ ഇതിൽപ്പെടാത്ത ആർട്സ് ഫെസ്റ്റിവലിൽ ഉൾപ്പെടുന്ന കലകൾ അതിൽ ഒരെണ്ണം നമുക്ക് വന്ന് പെട്ടു നമ്മുടെ സ്പോർട്സ് എന്നായില്ലേ. അപ്പം അത്ര ഒരു ആർട്സുമായി ചേർന്നുകൊണ്ട് അതിൻ്റെ എല്ലാ ബാക്കി കാര്യങ്ങളുണ്ട്. പക്ഷേ ഇത് സ്പോർട്സാണ്. തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ ആരോഗ്യത്തിന് ഇപ്പം പ്രൈസ് കിട്ടുന്ന ഒരു കാര്യമാണ്. എല്ലാവരും ഗോൾഡ് മെഡൽ കിട്ടണമെന്ന് ആഗ്രഹിച്ചൊരു കാര്യമില്ല. നിങ്ങളുടെ ആരോഗ്യത്തിന് ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കുന്നതിന്, നിങ്ങളുടെ ബുദ്ധി വളർത്തുന്നതിന്, അതുപോലെ തന്നെ നമുക്കുണ്ടാവേണ്ട ഏറ്റവും വലിയ കാര്യം ഡിസിപ്ലിനാണ്.